പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹു ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അവതരിപ്പിച്ചു തന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് നമസ്കാരം. നമസ്കാരം ഉപേക്ഷിക്കുന്നവർ കാഫിറാണ് എന്നതുവരെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. നമസ്കാരത്തിന് വിട്ടുവീഴ്ചകളില്ല. മറ്റു കർമ്മങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ചകൾ നൽകുമ്പോൾ നമസ്കാരം എന്നത് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. അത് പിന്തിപ്പിക്കൽ പോലും അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നുള്ളതാണ് പണ്ഡിതന്മാരെ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. ബഹുമാന്യനായ പണ്ഡിതന്മാരിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിർ എന്നാണ്. അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അവൻ തൗബ ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കാത്ത പക്ഷം അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ്. ഷാഫി മസ്ഹബ് പ്രകാരം ഷാഫി റഹിമഹുല്ലാഹ് എന്നിവരും അതുപോലെ തന്നെ മാലിക് റഹിമഹുല്ലാഹ് എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ ഫാസിഖാണ്, ധിക്കാരികളാണ്, വധശിക്ഷക്ക് വിധേയമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഇവർ ഫാസിഖായി പോകുന്നു, അല്ലെങ്കിൽ തമ്മാടികളായിക്കൊണ്ട് ധിക്കാരികളായിക്കൊണ്ട് മരണപ്പെട്ടു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം. അബൂ ഹനീഫ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടതില്ല എങ്കിലും അവർ മറ്റ് ശിക്ഷകൾ അത് അവർക്ക് നൽകണം എന്നുള്ളതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളുന്നൊരു പാഠമുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നവർക്ക് വളരെ ഗൗരവമുള്ള ശിക്ഷകൾ, നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്ക് വളരെ ഗൗരവമുള്ള ശിക്ഷകൾ ഈ ദുനിയാവിലും ആ ബർസഖ് ലോകത്തും പരലോകത്തും ലഭിക്കും എന്നത് നമുക്ക് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാവാം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയിൽ പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യത്യാസത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് ഞാനാണ്. സൂറത്ത് ശൂറയിലെ 10-ാമത്തെ ആയത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ നിസായിലെ 59-ാമത്തെ വചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടങ്ങണമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമസ്കാരം ഉപേക്ഷിക്കുക എന്നത് വലിയൊരു ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിൽ വിട്ടുവീഴ്ചകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കർമ്മങ്ങളെ സൂക്ഷ്മതയോടെ, വളരെ യഖീനായിക്കൊണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ നമുക്ക് എന്ത് ചെയ്യാം, കർമ്മങ്ങൾ ചെയ്യാൻ നാഥനായ റബ്ബ് നമ്മൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.